55 വയസ്സുള്ള മുഹമ്മദ് ഖാ. പേര് ഞാൻ മാറ്റിയതാണ്. ഇദ്ദേഹം യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാമെന്ന് മനസ്സിലാക്കിയത്. മുഹമ്മദ് ഖാക്ക് 5 കുട്ടികളുണ്ട്. പക്ഷേ ഈ ഇടയായിട്ട് എനർജി കുറവാണ്, ഭയങ്കര തളർച്ചയാണ്, ലിബിഡോ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റോസ്റ്ററോൺ കുറവാണോ എന്ന് കണ്ടുപിടിക്കാൻ വീട്ടിൻ്റെ അടുത്തുള്ള ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കണ്ടത് 260 ആയിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. നിങ്ങളും ടെസ്റ്റോസ്റ്ററോണിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് അത് ബോർഡറിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ലോ ലെവലിൻ്റെ അടുത്തേക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നേരെ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പീനെ കുറിച്ചാണോ ആലോചിക്കേണ്ടത്, അതോ മറ്റെന്തെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ലോ ടെസ്റ്റോസ്റ്ററോൺ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ, കൺഫേം ചെയ്യാൻ മറ്റെന്തൊക്കെ തരത്തിലുള്ള ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ടെസ്റ്റോസ്റ്ററോണിനെ കുറിച്ച് ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ബേസിക്കായി ടെസ്റ്റോസ്റ്ററോണിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ പ്രധാനപ്പെട്ടുള്ള സെക്സ് ഹോർമോണാണ്. പുരുഷന്മാരുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും പ്രൈമറി സെക്ഷൽ ക്യാരക്ടേഴ്സും ബോഡി സ്ട്രക്ചറും മസിൽ മാസും എനർജി ലെവല് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നിർണ്ണയിക്കുന്നത് ടെസ്റ്റോസ്റ്ററോൺ ആണ്. ടെസ്റ്റോസ്റ്ററോൺ ഒരു സ്റ്റിറോൾ ഹോർമോണാണ്. അതുകൊണ്ട് തന്നെ ഇത് ടെസ്റ്റോസ്റ്ററോൺ ആണെന്ന് വിചാരിക്കുക. ടെസ്റ്റോസ്റ്ററോൺ കൃത്യമായിട്ടും വർക്ക് ചെയ്യാൻ അതിന് പറ്റിയിട്ടുള്ള റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്യണം. ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ റിസപ്റ്റേഴ്സ് നമ്മളുടെ ബോഡിയിൽ പല ഭാഗത്തുണ്ട്, മസിലുണ്ട്, പല ഓർഗൻസിലുണ്ട്. പക്ഷേ ബ്രെയിനിലും ടെസ്റ്റോസ്റ്ററോണിൻ്റെ റിസപ്റ്റേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം അധികം ആൾക്കാർക്കും അറിയില്ല. അതുകൊണ്ടാണ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഡിപ്രഷനിലേക്ക് പോവാം, ഉറക്കം കുറയാം. ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവാം, എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടണിൻ്റെ താഴെയും കാണാവുന്നതാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത് ലോ ടെസ്റ്റോസ്റ്ററോൺ അത് പ്രോപ്പറായിട്ട് ലോ തന്നെയാണോ, ശരിക്കും ലോ ആണോ, അതോ നിങ്ങൾ ചെയ്ത ടെസ്റ്റിൻ്റെ പ്രശ്നമാണോ, നിങ്ങൾ ടെസ്റ്റ് ചെയ്തതിൻ്റെ സമയത്തിൻ്റെ പ്രശ്നമാണോ, അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോൺ 2 രീതിയിലുണ്ടാവും. ആദ്യത്തേതെന്ന് പറയുന്നത് ഫ്രീ ഫോം ആയിരിക്കും. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു പ്രോട്ടീനായി ബൈൻഡ് ചെയ്തിട്ടായിരിക്കും. നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു വാഹനം വേണം. അതേപോലെ ടെസ്റ്റോസ്റ്ററോൺ രക്തത്തിലൂടെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ എന്നുള്ള വാഹനം ആവശ്യമുണ്ട്. ടെസ്റ്റോസ്റ്ററോണിന് പോകാനുള്ള പ്രോട്ടീൻ വാഹനത്തിൻ്റെ പേര് സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ എന്നാണ്. ടെസ്റ്റോസ്റ്ററോണിന് ഈ ഒരു പ്രോട്ടീൻ വാഹനം മാത്രമല്ല ഉള്ളത്, മറ്റ് പലതരത്തിലുള്ള പ്രോട്ടീൻസും ടെസ്റ്റോസ്റ്ററോൺ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആൽബുമിൻ ഉണ്ട്, കോർട്ടിക്കോട്രോപ്പിൻ ബൈൻഡിങ് ഗ്ലോബുലിൻ ഉണ്ട്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടിട്ടുള്ള ഒരു വാഹനം ഉണ്ടാകും. അതേപോലെ ടെസ്റ്റോസ്റ്ററോൺ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള വാഹനം സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിനാണ്. കാരണം ഈ ഒരു പ്രോട്ടീനായിട്ട് ടെസ്റ്റോസ്റ്ററോൺ നല്ല ടൈറ്റ് ആയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ടെസ്റ്റിനെ കുറിച്ച് പറയാം. അധികം ആൾക്കാരും ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ടെസ്റ്റോസ്റ്ററോൺ ആണ് ചെയ്യുന്നത്. സിറം ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ ഒരു ഭാഗമാണ് സിറം എന്ന് പറയുന്നത്. ആ സിറത്തിലുള്ള ടോട്ടൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവാണ് ചെയ്യുന്നത്. പക്ഷേ ടോട്ടൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് ടെസ്റ്റോസ്റ്ററോൺ അല്ല. ആ ടോട്ടൽ ടെസ്റ്റോസ്റ്ററോണിൽ കുറച്ച് ഭാഗം ഈ പറഞ്ഞ വാഹനം, അതായത് സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിനായിട്ട് ടൈറ്റ്ലി ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പ്രോട്ടീനായി ബൈൻഡ് ചെയ്തിരിക്കുന്ന ടെസ്റ്റോസ്റ്ററോൺ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഫ്രീ ആയി നിൽക്കുന്ന ഈ തരത്തിലുള്ള സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിനോ അല്ലെങ്കിൽ മറ്റ് പ്രോട്ടീനായിട്ടോ ബൈൻഡ് ചെയ്യാത്ത ടെസ്റ്റോസ്റ്ററോണിന് മാത്രമേ നമ്മളുടെ ബോഡിയിൽ കൃത്യമായിട്ടും ആക്ഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് കുറവിൻ്റെ അടുത്തേക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കുറവാണെന്നല്ല. നമുക്കിവിടെ വേണ്ടത് ഫ്രീ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ചില ലാബിൽ ഈ ടെസ്റ്റും ചെയ്യാറുണ്ട്. ഫ്രീ ടെസ്റ്റോസ്റ്ററോൺ വേറെയും ടോട്ടൽ ടെസ്റ്റോസ്റ്ററോൺ വേറെ ആയിട്ടും പല ലാബിലും റിപ്പോർട്ട്സ് തരാറുണ്ട്. പക്ഷേ കൃത്യമായിട്ടും എത്ര ഫ്രീ ടെസ്റ്റോസ്റ്ററോൺ ആണ് നിങ്ങളുടെ ബോഡിയിലുള്ളതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ബോഡിയിലുള്ള സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ, ആ പ്രോട്ടീൻ്റെ അളവ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ഒരു ടെസ്റ്റ് അധിക ലാബിലും ചെയ്യാനുള്ള കഴിവില്ല. സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ്റെ വാല്യൂ നിങ്ങളുടെ ബോഡിയിൽ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ലാബിൽ ഇതിൻ്റെ വാല്യൂ തന്നെ, SHBGൻ്റെ വാല്യൂ തന്നെ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് റിപ്പോർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള കാൽക്കുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടും പലതരത്തിലുള്ള ആപ്പുകളുണ്ട്. നമുക്കതെല്ലാം ഉപയോഗിച്ചിട്ട് ടോട്ടൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ വാല്യൂം സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ്റെ വാല്യൂം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രീ ടെസ്റ്റോസ്റ്ററോൺ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെയും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ചെയ്ത ടെസ്റ്റ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ രക്തത്തിൻ്റെ സാമ്പിൾ എടുക്കുന്ന സമയം കൃത്യമായിരിക്കണം. നിങ്ങളുടെ പ്രായം 45-ൻ്റെ താഴേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കേണ്ടത് രാവിലെ സമയത്താണ്. രാവിലെ 7 മണിൻ്റെയും 11 മണീൻ്റെ ഇടയിലാണ് എടുക്കേണ്ടത്. കാരണം ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ നമ്മളുടെ ബ്ലഡിൽ എല്ലാ സമയവും ഒരേപോലെയല്ല നിൽക്കുന്നത്, അത് മാറിക്കൊണ്ടേയിരിക്കും. ടെസ്റ്റോസ്റ്ററോണിൻ്റെ വാല്യൂം മാക്സിമം രാവിലെ ആയിരിക്കും ഉണ്ടാവുക, അതിനുശേഷം അത് മെല്ലെ കുറഞ്ഞു വരും. സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിനും ഇതേപോലെ രാവിലെ ആവുന്നതിനനുസരിച്ചും രാത്രി ആവുന്നതിനനുസരിച്ചും അതിൻ്റെ ലെവലും
നമ്മളുടെ ബ്ലഡിൽ മാറിക്കൊണ്ടിരിക്കും. ഇതിനെ സർക്കേഡിയം റിതം എന്നാണ് പറയുന്നത്. സർക്കേഡിയം റിതം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതിനു മുമ്പേ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. പ്രായം കൂടുന്നതിനനുസരിച്ച് സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ്റെ അളവ് കൂടി വരികയാണ് ചെയ്യുന്നത്. അതായത് കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ ഈ പറഞ്ഞ പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യും. ഫ്രീ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രായം 45-ന്റെ താഴെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകിട്ടാണ് ബ്ലഡ് സാമ്പിൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പൈസ വെറുതെ പോക്കുകയാണ് ചെയ്യുന്നത്. രാവിലത്തെ സമയം തന്നെ സാമ്പിൾ കൊടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഫ്രീ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഫ്രീ ടെസ്റ്റോസ്റ്ററോണിന് ഒരു നോർമൽ വാല്യൂ ഉണ്ട്. പല സ്റ്റഡീസിലും പറയുന്നത് 64 പൈക്കോഗ്രാംസ് പെർ മില്ലി ലിറ്ററിൻ്റെ താഴേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിലാണ് ലോ ടെസ്റ്റോസ്റ്ററോണിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങുന്നത്. ഇത് പൈക്കോഗ്രാം പെർ മില്ലി ലിറ്ററിലാണ്. ഇത് ചില ലാബിൽ ചെയ്യുന്ന സമയത്ത് നാനോഗ്രാം പെർ ഡെസിലിറ്ററിൽ വരാം. അങ്ങനെയാണെങ്കിൽ 6.4 നാനോഗ്രാം പെർ ഡെസിലിറ്ററിൻ്റെ താഴേക്ക് ആവാൻ പാടില്ല. പക്ഷേ 6.4 അല്ലെങ്കിൽ 64 എന്നുള്ള ഈ ഒരു നമ്പറിൽ ശ്രദ്ധിക്കുന്നതിനേക്കാളും ഒരു റേഞ്ചിനെ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അധികം മനുഷ്യന്മാർക്കും എല്ലാവർക്കും ഒരുപോലെയല്ല ടെസ്റ്റോസ്റ്ററോണിൻ്റെ വാല്യൂ ഉണ്ടാകുന്നത്. ഫ്രീ ടെസ്റ്റോസ്റ്ററോണിൻ്റെ വാല്യൂസ് 38 മുതൽ 400 വരെ കണ്ടിട്ടുണ്ട്. ഈ ഫ്രീ ടെസ്റ്റോസ്റ്ററോൺ ആണെങ്കിലും നമ്മളുടെ ബ്ലഡിലുള്ള ആ ലെവൽ ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മളുടെ ബോഡിക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സിംറ്റംസ് ഉണ്ടായി നിങ്ങൾ ടെസ്റ്റോസ്റ്ററോൺ നോക്കി അത് കുറവിൻ്റെ അടുത്തേക്കാണ്, പക്ഷേ നോർമൽ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ എന്ന് പറയുന്ന ടെസ്റ്റാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 2 ആഴ്ച കഴിഞ്ഞ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ വാല്യൂ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ചെയ്യാം. പക്ഷേ സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കൂടി നിൽക്കുന്നുണ്ടാവും. ഇത് കൂടി നിൽക്കുന്നത് കാരണമായിരിക്കാം നിങ്ങളുടെ ഫ്രീ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുന്നുണ്ടാവും. അങ്ങനെ ഫ്രീ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ സിംറ്റംസ് ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ അത് കൂടുന്നത് പ്രായം കൂടുന്നതിനനുസരിച്ച് മാത്രമല്ല, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടും സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ്റെ വാല്യൂ കൂടി വരാം. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ള ടെസ്റ്റും നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഒന്ന് ഹൈപ്പർ തൈറോയിഡിസം. നിങ്ങളുടെ കഴുത്തിലുള്ള തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും ഉണ്ടാക്കുന്ന തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് SHBG കൂടാം. നിങ്ങൾക്ക് പ്രമേഹം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ഇൻസുലിൻ ഹോർമോണിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതിനനുസരിച്ചിട്ടും സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ്റെ വാല്യൂസിൽ വ്യത്യാസം വരാം. അപ്പോൾ നിങ്ങൾക്കിനി ടെസ്റ്റോസ്റ്ററോൺ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ നോർമൽ റേഞ്ചിലോ അല്ലെങ്കിൽ ലോൻ്റെ അടുത്തേക്കോ പക്ഷേ നോർമൽ റേഞ്ചിനകത്താണെന്നുണ്ടെങ്കിലും സിംറ്റംസ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ടെസ്റ്റോസ്റ്ററോണിൻ്റെ തന്നെ ടെസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതെല്ലാ ലാബിലും ഉണ്ടാവില്ല, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. തൈറോയിഡിൻ്റെ ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യണം. അതിൽ ഫ്രീ T3, ഫ്രീ T4, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇതിൻ്റെ വാല്യൂസ് ചെയ്ത് നോക്കേണ്ടതാണ്. ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുക. രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ ഫാസ്റ്റിങ്ങിലും ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ടെസ്റ്റ് ചെയ്യണം. HbA1c ടെസ്റ്റ് ചെയ്യുക. ഇനി ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു പോയാൽ അനുഭവപ്പെടാവുന്ന പലതരത്തിലുള്ള ലക്ഷണങ്ങളുണ്ട്. ലിബിഡോ കുറഞ്ഞു പോകുന്നത്, സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഇൻട്രസ്റ്റ് കുറയുന്നത്, മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവുന്നത്, ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം, മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം, എനർജി ലെവൽ കുറഞ്ഞു പോവാം. ഇത്തരത്തിലുള്ള എല്ലാ സിംറ്റംസും ടെസ്റ്റോസ്റ്ററോൺ കുറയുന്ന എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല. അതും നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പം ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നതിനനുസരിച്ച് ഒരു സിംറ്റമേ ഉണ്ടാവുള്ളൂ. ചിലപ്പം ഒരു തരത്തിലുള്ള സിംറ്റംസ് ഇല്ലാതെയും നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ലോ ടെസ്റ്റോസ്റ്ററോണിൻ്റെ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ വെറുതെ പ്രായം കൂടിയെന്ന് പറഞ്ഞിട്ട് മാത്രം ടെസ്റ്റോസ്റ്ററോണിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രമേഹമുണ്ടോ, തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടോ, ചിലപ്പം നിങ്ങളുടെ ആൽക്കഹോൾ അബ്യൂസ് കാരണമായിരിക്കാം നിങ്ങളുടെ സിംറ്റംസ് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഡിപ്രഷൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കാം, അതുകൊണ്ടും ഇതേപോലത്തെ സിംറ്റംസ് ഉണ്ടാവാം. ചിലപ്പോൾ മറ്റു തരത്തിലുള്ള വാസ്കുലർ ഡിസോർഡേഴ്സ് ആവാം. രക്തഓട്ടം കുറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ആദ്യം ഒരു യൂറോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ യൂറോളജിസ്റ്റുമായി ഓൺലൈനായി നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. അതിന് ഡോഫോഡി പോലത്തെ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡോഫോഡി എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, ഒരു ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പും കൂടിയാണ്. ഈ ആപ്പിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, 300-ന്റെ താഴെ ടെസ്റ്റോസ്റ്ററോൺ ടെസ്റ്റ് ചെയ്തിട്ട് കാണുന്ന 30% ആൾക്കാരും അത് രണ്ടാമത് 2 ആഴ്ച കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നോർമൽ റേഞ്ചിൽ കാണാറുണ്ട്. അതായത് 300-ന് മുകളിലേക്ക് കാണാറുണ്ട്. നിങ്ങൾ രണ്ടാമത് ടോട്ടൽ ടെസ്റ്റോസ്റ്ററോൺ ടെസ്റ്റ് ചെയ്തിട്ടും അതും 300-ന് താഴേക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾ ടെസ്റ്റോസ്റ്ററോണിനെ ടെസ്റ്റ് ചെയ്ത സമയത്ത് എത്ര പൈസയാണ് ലാബ് ഈടാക്കി എന്നുള്ള കാര്യം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളുടെ മറ്റ് വ്യൂവേഴ്സിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ടെസ്റ്റോസ്റ്ററോൺ നാച്ചുറലി ബൂസ്റ്റ് ചെയ്യാൻ പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.